ജനപ്രിയ നായകൻ ദിലീപിന്റെ 150ാമത് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി നിർമ്മിക്കുന്നത് മാജിക് ഫ്രെയിംസ് ആണ്. മാജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റിൻ സ്റ്റീഫന്റെ നിർമ്മാണ കമ്പനി. ഇന്നലെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് ആയിരുന്നു. കലൂർ IMA ഹൗസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചിത്രത്തിലെ താരങ്ങളും സിനിമയിലെ അണിയറ പ്രവർത്തകരുമെല്ലാം പങ്കെടുത്തിരുന്നു. പരിപാടിക്കിടെ ലിസ്റ്റിൻ വേദിയിൽ സംസാരിക്കുമ്പോൾ വിവാദങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ദിലീപിനെ വെച്ച് സിനിമ ചെയ്യാൻ ഇറങ്ങിയതിനു ശേഷം തനിക്കും തന്റെ കൂടെയുള്ളവർക്കും നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. കൂടെ ഒരു കാര്യം പറയാനുണ്ടെന്നും അത് അവസാനം പറയാമെന്നും പറഞ്ഞ് മാധ്യമങ്ങൾക്കൊരു ഹിന്റ് കൊടുക്കുകയും ചെയ്തു. എനിക്ക് വേറൊരു കാര്യം കൂടെ ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വേറൊരു കാര്യം ആയതുകൊണ്ടിട്ട് തന്നെ ഈ സിനിമയുടെ കാര്യം അല്ലാത്ത ഒരു കാര്യം കൂടെ ആയതുകൊണ്ടിട്ട് ഞാനത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയുന്നതാണ്. അതിനുശേഷം ചിത്രത്തിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും എല്ലാവരും വേദിയിൽ സംസാരിച്ചു. വീണ്ടും മൈക്ക് കയ്യിൽ കിട്ടിയപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ ചെറിയൊരു ബോംബാണ് ലിസ്റ്റിൻ ഇട്ടുകൊടുത്തത്. വേദിയിൽ വെച്ച് ലിസ്റ്റിൻ പറഞ്ഞത് ഇങ്ങനെ: ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കാണ്. സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു. താങ്ക് യു. ലിസ്റ്റിൻ പേര് പറയാതെ പരാമർശം നടത്തിയപ്പോൾ അവിടെ നിന്ന മാധ്യമങ്ങൾ ആ പേര് കിട്ടാൻ പരക്കം പായാൻ തുടങ്ങിയിരുന്നു. പേര് പറയാതെ ഒരു പ്രശ്നത്തിന് തിരികൊളുത്തിയ ലിസ്റ്റിനെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കൃത്യമായി കാരണം പറയാതെയുള്ള ഇത്തരം ഒളിയമ്പുകൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനേ ഉപകരിക്കുന്നുള്ളൂവെന്ന് ചിലർ കുറിച്ചപ്പോൾ സിനിമയുടെ പ്രമോഷന് വേണ്ടിയാണെന്നും ചർച്ചകൾ സജീവമാക്കുന്നതിനാണെന്നുമായിരുന്നു മറ്റു ചില കമന്റുകൾ. അതിനിടയിൽ ലിസ്റ്റിൻ പറഞ്ഞ പ്രമുഖ നടന്റെ മുഖം തിരഞ്ഞുള്ള യാത്രകളും ആരംഭിച്ചു. പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ 150ാമത് ചിത്രമായതുകൊണ്ടും മാജിക് ഫ്രെയിംസിന്റെ 30ാമത് ചിത്രവും ദിലീപിനെ വെച്ചുള്ള ആദ്യ ചിത്രമായതുകൊണ്ടും ആളുകൾ ആദ്യം ചിന്തിച്ച പേര് പൃഥ്വിരാജ് സുകുമാരന്റേത് തന്നെയാണ്. ലിസ്റ്റിനും പൃഥ്വിരാജും ബിസിനസ്സുകാരാണെങ്കിലും അവർ തമ്മിലുള്ള സൗഹൃദം സിനിമാ മേഖലയ്ക്ക് അകത്തും പുറത്തും വളരെ ഫേമസ് ആണ്. അതുകൊണ്ടായിരിക്കാം ഇതുവരെയും ലിസ്റ്റിൻ ദിലീപിനെ വെച്ചൊരു പടം ചെയ്യാതിരുന്നതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം ദിലീപും പൃഥ്വിരാജും തമ്മിൽ എന്തൊക്കെയോ പടലപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നതായും പൃഥ്വിരാജ് സിനിമയിലേക്ക് വന്നപ്പോൾ ദിലീപ് ഒതുക്കാൻ ശ്രമിച്ചിരുന്നെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് ദിലീപ് നേരിട്ട കേസും കോടതിയും ജയിൽവാസവും ഒക്കെ കഴിഞ്ഞ് ദിലീപിന് മലയാള സിനിമയ്ക്ക് കാര്യമായൊന്നും ചെയ്യാൻ സാധിക്കാതെ നിൽക്കുന്ന സമയത്താണ് പൃഥ്വിരാജ് സംവിധാനവും നിർമ്മാണവും അഭിനയവും ഒക്കെയായി തിരക്കായതും. അങ്ങനെ തനിക്ക് താല്പര്യമില്ലാത്ത ഒരാളെ വെച്ച് തന്റെ അടുത്ത സുഹൃത്ത് പടം ചെയ്യുന്നത് പൃഥ്വിരാജിന് പിടിച്ചു കാണില്ലെന്നാണ് പരക്കെയുള്ള സംസാരം. അതല്ലാതെ മറ്റൊരു കൂട്ടർ വേറൊരു കാര്യം പറയുന്നുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫന്റേതായി പുറത്തിറങ്ങാനിരിക്കുന്ന അടുത്ത പടത്തിൽ സൈൻ ചെയ്ത പ്രമുഖ നടൻ അതേ ഡേറ്റിൽ തന്നെ മറ്റൊരു പടത്തിലും ഒപ്പുവെച്ചിരിക്കുന്നതാണ് ലിസ്റ്റിൻ സ്റ്റീഫനെ ചൊടിപ്പിച്ചതെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ വാദം. ഈ നടന് സ്വന്തമായൊരു നിർമ്മാണ കമ്പനി ഉണ്ടെന്നും അത് ചില സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണെന്നും ഈ നടന്റെ അടുത്തിടെ ഇറങ്ങിയ പടങ്ങൾ ഫ്ലോപ്പായെന്നും അങ്ങനെ വന്ന നഷ്ടം മറികടക്കാനാണ് ഇത്തരമൊരു ഡബിൾ ഗെയിം കളിക്കുന്നതെന്നുമാണ് പറയുന്നത്. എന്തായാലും ലിസ്റ്റിൻ കൊളുത്തിയ തീയിൽ പരക്കം പായുകയാണ് മാധ്യമങ്ങൾ. ഇതേ ചുറ്റിപ്പറ്റി ഇനിയും പല പേരുകളും കഥകളും കേൾക്കാനിടയുണ്ട്. എന്തൊക്കെ ആയാലും ഇതിനൊക്കെ ശരിയായ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ മനസ്സ് വെക്കണം.